സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന് എന്റെ കോൺസെൻട്രേഷൻ പോണോന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. ഒന്നെങ്കിലേ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്ത്? ഞാനാ. അതന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചോട്ട് കയ്യെത്രന്ന് പറഞ്ഞ എന്താണ് തേയിലുള്ളിൽ കളിക്കാം. അത് ഇത്ര കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് പോയിടാൻ പാടില്ലേ? ഗുരുവിനെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നു. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനിങ്ങനെ പോണേ. അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലം അടുപ്പിച്ച് കത്തിക്കിട്ടാ. അപ്പൊ നീ പഠിക്കുള്ളൂ. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്ട് തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നുമില്ലല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്റെ വേഷങ്ങൾക്ക് എടുക്ക. എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനത്തിൽ കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് വേണ്ടായ ഞാൻ തുപ്പിട്ട് ചോറും കിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഇല്ലെങ്കിൽ കല്യാണത്തിൽ കളിക്കാം. വേണോ ചോദിച്ചാൽ വേണ്ടാന്ന് പറയാ. ഇവനാര് 3 മാസം. എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? ഉണ്ടടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുക മമ്മി. നല്ല മാനസ്യ ലീലകൾ ചെയ്വതിനും
താളത്തിലാടാൻ കൂട്ടിന്ന സുരഗാണോ ജീവിതം ഒരു മരണമാ ഞാനത് കൊലമാസ് നാവിയല്ല പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. കാർത്തിക് ആൻഡ് ടീം അടിപൊളി.